നമ്മൾ ഇന്ന് പോകുന്നത് കണ്ണൂരിനടുത്തുള്ള ബർണശ്ശേരി എന്ന സ്ഥലത്താണ്. ബർണശ്ശേരി കണ്ണൂരിലാണെങ്കിലും ഒരു വ്യത്യസ്തമായ ഒരു സ്ഥലമാണ് അത്. ആദ്യം ഇവിടെ വന്നത് പോർച്ചുഗീസുകാരായിരുന്നു. അതിനുശേഷം ഡച്ചുകാരും അവസാനം ബ്രിട്ടീഷുകാരും മാറി മാറി ഭരിച്ചു. ബ്രിട്ടീഷുകാരായിരുന്നു ഇവിടെ ആദ്യമായി ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ആരംഭിച്ചത്. ഒന്ന് ആൺകുട്ടികൾക്കും മറ്റൊന്ന് പെൺകുട്ടികൾക്കും. അതാണ് സെൻറ്റ് മൈക്കിൾസും സെൻറ്റ് തെരേസസ് സ്കൂളും. കണ്ണൂരിലെ കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് ആദ്യമായി ഈ സ്കൂളുകളിൽ വെച്ചായിരുന്നു. സമീപത്തായി പയ്യാമ്പലം ബീച്ച്, സെൻറ്റ് ആഞ്ചലോസ് ഫോർട്ട്, കണ്ണൂർ ലൈറ്റ് ഹൗസ് എന്നിവയെ സ്ഥിതി ചെയ്യുന്നു. ബർണശ്ശേരിയുടെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് ഇടുങ്ങിയ റോഡുകൾ കാണാം. ആ റോഡിന് ഇരുവശത്തും ആളുകൾ തിങ്ങിപ്പാർക്കുന്നു. പണ്ട് കാലത്ത് ഉണ്ടാക്കിയ ഓടിട്ട വീടുകളും ലൈൻ മുറികളിലുമാണ് ഇവിടുത്തെ ആളുകൾ താമസിക്കുന്നത്. ഇവിടുത്തെ ലൈൻ മുറികളിൽ താമസിക്കുന്നത് സാധാരണ ജനങ്ങളാണ്. ഇവിടുത്തെ ഭൂരിഭാഗം ആളുകളും ക്രിസ്തീയ വിശ്വാസികളാണ്. ഹിന്ദുക്കൾ ഇവിടെ പൊതുവെ കുറവാണ്. മുസ്ലിങ്ങൾ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. പക്ഷേ പണ്ട് ഇവിടെ ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഇടയിൽ ഒരു മൊയ്തീൻ പള്ളി കാണുന്നത്. ഇവിടെ മുസ്ലിങ്ങളുണ്ടോ? പൊതുവെ അങ്ങനെ പറയും. ഈ ബർണശ്ശേരിയിൽ മുസ്ലിങ്ങൾ വളരെ കുറവാണ്. ബർണശ്ശേരി എന്ന പ്രദേശത്തിൻ്റെ ചരിത്രം കണ്ണൂരിലെ സമുദ്ര വ്യാപാരത്തിൻ്റെയും യൂറോപ്യൻ അധിനിവേശത്തിൻ്റെയും ചരിത്രവുമായി അടുത്ത ബന്ധമാണുള്ളത്. ബർണശ്ശേരി സ്ഥിതി ചെയ്യുന്ന കണ്ണൂർ പ്രദേശം പുരാതന കാലം മുതൽ അറബ്, പേർഷ്യൻ, പിന്നീട് യൂറോപ്യൻ വ്യാപാരികളുടെ പ്രധാന തുറമുഖവും കൂടിയായിരുന്നു. 1498 വാസ്കോ ഡി ഗാമ കേരളത്തിൽ എത്തിയതിന് പിന്നാലെ പോർച്ചുഗീസുകാർ കണ്ണൂരിൽ ശക്തമായ സാന്നിധ്യം സ്ഥാപിച്ചു. അതുകൊണ്ട് ഈ വിദേശ ആധിപത്യത്തിൻ്റെ പല സ്മാരകങ്ങളും പല ഓർമ്മകളും ഇവിടെ ഇപ്പോഴും കാണുന്നു. ബ്രിട്ടീഷ് കാലത്ത് ബർണശ്ശേരി ഒരു പ്രധാന കണ്ടോൺമെൻറ് ആയി വികസിച്ചു. ഇപ്പോഴും കണ്ണൂരിൻ്റെ സൈനിക താവളം ബർണശ്ശേരി തന്നെയാണ്. ഒരു കാലം ഈ ബർണശ്ശേരിയുടെ പല സ്ഥലങ്ങളിലും ആംഗ്ലോ ഇന്ത്യൻസ് കൂട്ടം കൂട്ടമായി താമസിച്ചിരുന്നു. ഇന്ന് കുറേ പേരൊക്കെ ബ്രിട്ടനിലേക്ക് തിരിച്ചുപോയി. കുറച്ച് പേരൊക്കെ ഇപ്പോൾ ഉണ്ട്. പക്ഷേ നല്ല പ്രായമായിരിക്കുന്നവരൊക്കെ. ഇവരൊക്കെ പണ്ട് സെൻറ്റ് തെരേസസ് സ്കൂളിലൊക്കെ പഠിപ്പിച്ചിരുന്ന ടീച്ചർമാരായിരുന്നു. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ റോഡിൻ്റെ സൈഡിലായി പഴയ പള്ളിയുടെ അവശിഷ്ടങ്ങളൊക്കെ കാണാം. പണ്ട് നിർമ്മിച്ചവയായിരിക്കാം. ഈ പള്ളിക്ക് പുറമെ മറ്റ് CSI ചർച്ച് അങ്ങനെയുള്ള പള്ളികളൊക്കെ കാണുന്നുണ്ട്. ഭൂരിഭാഗവും ക്രിസ്തുമത വിശ്വാസികളാണ്. ഇവിടുത്തെ അതിമനോഹരമായ ഒരു പള്ളിയുടെ പേരാണ് ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ. ഇപ്പോഴും ഈ 2 സ്കൂളുകളിലും അഡ്മിഷന് വേണ്ടി ജനങ്ങൾ ക്യൂ ആണ്. കുറച്ച് മുമ്പൊക്കെ അതിരാവിലെ ഇവിടെ വന്ന് ക്യൂ നിൽക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഇവിടെ പഠിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണൂർക്കാർക്ക് വലിയ അഭിമാനമാണ്. കാരണം പണ്ട് കാലത്ത് ഈ 2 സ്കൂളുകളിൽ മാത്രമേ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നുള്ളൂ. സെൻറ്റ് മൈക്കിൾസും സെൻറ്റ് തെരേസസും. ഇവിടുത്തെ പള്ളിയെപ്പറ്റി ഇവിടുത്തെ കപ്പ്യാർ പറയുന്നത് കേൾക്കൂ. പോർച്ചുഗീസുകാരെ അത് പറങ്ങള് അതല്ലേ പ്രധാനം.
പിന്നെ കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതിന് പുറകിൽ കടലാണ്. കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇത് നങ്കൂരം വിട്ടപ്പോൾ കാറ്റും കോളിലും പെട്ട് കപ്പൽ നിൽക്കേണ്ടതാണ്. അപ്പം നങ്കൂരം ഇട്ടിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ ആ കപ്പലിൻ്റെ പേരാണ് ട്രിനിറ്റി. ട്രിനിറ്റി എന്ന് പറയുമ്പോൾ ത്രിത്വം. അപ്പോൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. നിങ്ങൾ ഹിന്ദുക്കളാണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വിടും, നമ്മൾ ക്രിസ്ത്യൻസ് ആകുമ്പോൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് ഇങ്ങനെ. അപ്പോൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അങ്ങനെ നാമത്തിലാണ്. അപ്പോൾ ആ കപ്പലിൻ്റെ പേര് അപ്പോൾ ഈ കപ്പൽ എവിടെ അടിയുന്നു അവിടെ നമ്മുടെ പള്ളി പണിയുന്നുണ്ട്. അങ്ങനെ നേരത്തെ വെച്ചിട്ട് അവർ ആ പള്ളി ഇതാക്കി 1500. ഇപ്പോൾ ഈ പള്ളി ചരിത്രം പറയുമ്പോൾ 525 വർഷത്തെ പഴക്കമുണ്ട്. അതാണ്. ഇവിടെ മാതാവാണോ യേശുവാണോ? അത് മാതാവ് യേശു അല്ല, അങ്ങനല്ല. ഇത് മെയിൻ. ഇപ്പൊ നിങ്ങൾ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നെല്ലാം പറഞ്ഞില്ലേ, അതേപോലെ നമ്മൾ ചെറുപ്പത്തിൽ വേദപാഠം പഠിക്കുമ്പോൾ ദൈവം എത്രയുണ്ട്? ദൈവം ഒരു ദൈവം. ദൈവത്തിൽ 3 ആളുണ്ടെന്ന് പറയും, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. അപ്പം എല്ലാം കൂടി ഒന്ന്. അതാണ്. ഇതിന് രൂപമില്ല. മാതാവാകുമ്പോൾ രൂപം ഉണ്ടാവും, ഇതിന് രൂപമില്ല. കുർബാന എത്ര മണിക്കാ? കുർബാന ഇവിടെ കുറേ ഹിന്ദുക്കളും മുസ്ലിംസും ക്രിസ്ത്യൻസും എല്ലാം താമസിക്കുന്ന ഏരിയ. അപ്പോൾ ക്രിസ്ത്യൻസിൽ ഒരു ഇംഗ്ലീഷുകാരൊക്കെ. അപ്പോൾ അത് ഞായറാഴ്ച മാത്രം ഒരു കുർബാന ഇംഗ്ലീഷിൽ, ബാക്കി ഞായറാഴ്ച മാത്രം ഇംഗ്ലീഷ് ഒരു കുർബാന. പിന്നെ എല്ലാ ദിവസവും രാവിലെ 6:30 കുർബാന കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കുർബാനയൊന്നുമില്ല. ആളുകളുണ്ടാവുമോ? ആൾക്കാരുണ്ടാവും. പിന്നെ വേറെന്താ അറിയേണ്ടത്? വേറെ എന്താ അറിയാം? ഈ ചർച്ച് നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു കുരിശിൻ്റെ ആകൃതിയിലാണ് എന്നാണ് ഈ കപ്പ്യാർ പറയുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഈ പള്ളി ശരിക്കും വളരെ മനോഹരമാണ്. ഇവിടുത്തെ കപ്പ്യാരി ചേട്ടനിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി കേൾക്കാം. അങ്ങനെ ഇപ്പോൾ ഇത് ലൂർദ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഫോറില്ലേ, ലൂർദ്. ആ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടത് മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ ഇത് ആൾക്കാർക്ക്. അപ്പോൾ അതിലൊരു കുട്ടി ഒരു ആൾ വന്ന് പ്രാർത്ഥിക്കുന്ന രൂപമാണ്. ഇതല്ല പള്ളി. സാധാരണ ക്രിസ്ത്യൻ പള്ളികളിലെല്ലാം പോയി കഴിഞ്ഞാൽ അധികം ഇങ്ങനെ ഗ്രോട്ടോ എന്ന് പറയും. ഗ്രോട്ടോ എന്ന് പറയാം. പൂന്തോട്ടമെല്ലാമായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടതായിട്ട്. അത് ഒരു മലയിടുക്കിലാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പം മാതാവ് പറഞ്ഞ് ഞാനിങ്ങനെ യേശുവിൻ്റെ അമ്മയാണ് ഇങ്ങനെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ മാതാവിൻ്റെ രൂപമെല്ലാം വെച്ചിട്ട് രാത്രിയാകുമ്പോൾ ലൈറ്റെല്ലാം കത്തിക്കും. പള്ളിയുടെ ചരിത്രമൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നു. മാത്രമല്ല ഈ പള്ളിയുടെ മുറ്റത്തായി 2 സൈഡിലും ഉണ്ടാക്കി വെച്ച പ്രതിമകൾ യേശുവിൻ്റെ ജീവചരിത്രത്തിൻ്റെ പ്രധാന പല ഏടുകളും പ്രതിപാദിക്കുന്നു. തൊട്ടടുത്താണ് സെൻറ്റ് തെരേസ് സ്കൂൾ, ഹൈസ്കൂൾ. അതിനടുത്തായി ഈ ബ്രിട്ടീഷുകാർ അവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ LP സ്കൂളുകളും UP സ്കൂളുകളും ഉണ്ട്. ഇന്നവിടെ കുട്ടികൾ കുറവായാണ് തോന്നുന്നത്. പോർച്ചുഗീസുകാരാണ് ഇവിടെ ആദ്യം എത്തിയത്. അതിനുശേഷം ഡച്ചുകാരും ബ്രിട്ടീഷുകാരും കൈവശപ്പെടുത്തി. ബ്രിട്ടീഷ് കാലത്ത് ഭരണശ്ശേരി ഒരു പ്രധാന കണ്ടോൺമെൻറ്റ്, അതായത് സൈനിക ക്യാമ്പായി വികസിച്ചു. ഇന്ന് ഭരണശ്ശേരി കണ്ണൂർ നഗരത്തിൻ്റെ പ്രധാന ഭാഗമാണ്. കടൽ തീരം, മത്സ്യബന്ധന പാരമ്പര്യം, പഴയ കോളനിവൽക്കരണ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ എല്ലാം ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നു. കോട്ടയെ കൂടാതെ പള്ളികൾ, DSC സെൻ്ററുകൾ എന്നിവയും ഇതിൻ്റെ ഭാഗം തന്നെ. വളരെ പണക്കാരായ ജനങ്ങൾ വലിയ വലിയ വീടുകൾ വെച്ച് താമസിക്കുന്നുണ്ട്. വളരെ ശാന്തമായ സ്ഥലങ്ങളാണ് ഇവയൊക്കെ.
റോഡിലൂടെ നമുക്ക് നടക്കുമ്പോൾ പഴയ ബ്രിട്ടീഷ് രാജ്യം ഓർമ്മ വരും. ഇതൊരു മിലിറ്ററി ഏരിയ ആണെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. തൊട്ടടുത്തായി മിലിറ്ററി ഹോസ്പിറ്റലും സ്ഥിതി ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ കുറേ മുമ്പ് വരെ ഈ എല്ലാ വീടുകൾക്കും കോമണായി കുറച്ച് ടോയ്ലറ്റുകൾ കാണാം. ഇന്നിപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടോ എന്ന് അറിയില്ല. കുറേ മുമ്പ് വരെ അങ്ങനെയായിരുന്നു. പിന്നെ ഇതിൻ്റെ ഈ ഭരണശ്ശേരിയുടെ തൊട്ടടുത്താണ് ഹിന്ദു അമ്പലമായ കാനത്തൂർ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പണ്ട് താമസിച്ചിരുന്ന നിർധനരായ കുടുംബങ്ങൾക്ക് പള്ളികൾ പുറത്ത് വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ പേരൊക്കെ ഇവിടുന്ന് പുറത്തേക്ക് പോയി. സെൻറ്റ് മൈക്കിൾ സ്കൂൾ പണ്ട് ഇവിടെയായിരുന്നു. പിന്നീട് അത് മാറ്റി കോട്ട മൈതാനത്തിനടുത്ത് സ്ഥാപിച്ചു. സെൻറ്റ് തെരേസ സ്കൂൾ ഇപ്പോഴും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. തൊട്ടടുത്തായി ആർമി സ്കൂളും ഉണ്ട്. ഭരണശ്ശേരിയുടെ മറ്റൊരു ആകർഷണമാണ് ഇവിടുത്തെ മനോഹരമായ ബേബി ബീച്ച്. പയ്യാമ്പലം ബീച്ച് പോലെ തന്നെയാണ് ഈ ബേബി ബീച്ചും. കണ്ണൂരിലുള്ള എല്ലാ ആളുകളും ഇവിടെ വന്ന് കടൽ സൗന്ദര്യം ആസ്വദിക്കുന്നു. അപ്പോൾ മറ്റു വിശേഷങ്ങളുമായി ഞാൻ ഉടനെ വരാം. അതുവരെ ഗുഡ് ബൈ.